ഹായ് എവരി വൺ. എന്നെ നിങ്ങൾ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല മക്കളെ. ബിഗ് ബോസും ലാലേട്ടനും രംഗത്ത്. അതായത് കള്ള വോട്ട് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂല. ഇവർ പറയുന്ന വീഡിയോ ക്ലിപ്പൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ആദ്യം ഒരു കാര്യം പറയുകയാണ്. അതായത് ഈ സീസണിൽ ഒരു സീസണിലും കിട്ടാത്ത വോട്ടാണ് അനുമോൾ കിട്ടിയത്. അതായത് അത്രയധികം വോട്ടാണ്. ഇത് എവിടെ നിന്ന് വന്നു? ബിഗ് ബോസ് തന്നെ ഷോക്കായി. ആർക്കുമില്ല. അതായത് എവിടെ നിന്നാണ് ഇത്രയും വോട്ട് അനുമോൾക്ക് വരുന്നത് എന്ന് ഒരു ഐഡിയയുമില്ല. അങ്ങനെ ബിഗ് ബോസ് തന്നെ ഷോക്കാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ജിനോസ് പറയുന്നുണ്ട്. ആദ്യം ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ഓക്കെ, ഇതിനെക്കുറിച്ച് ക്ലിയറായി ജിനോസ് പറയുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ അനുമോൾ, അത് മറ്റുള്ള മത്സരാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി വോട്ടിങ്ങിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുമോൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സത്യമാണെങ്കിൽ ഒരുപക്ഷെ അനുമോളും അനുമോളുടെ ആരാധകരെയും ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണത്. അതെ, ഈ സീസണിൽ ഇതുവരെയുള്ള വോട്ടുകളിൽ ജെനുവിനായിട്ടുള്ള വോട്ടുകൾ ഏതെന്ന് തരംതിരിച്ചു ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ജിയോ ഹോട്ട്സ്റ്റാറും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരും എത്തി നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോട്ടിങ്ങിന്റെ വലിയ കുത്തൊഴുക്ക്, അതായത് ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് ഇത്രയും അധികം വോട്ടുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ക്രമാതീതമായ വോട്ടുകൾ ഉയരുന്ന അവസ്ഥ, അതായത് സഹമത്സരാർത്ഥികളെ ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അനുമോൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധി ഈ ഒരു ഷോയുടെ അണിയറ പ്രവർത്തകർക്കുണ്ടായി. ഒരു കാര്യം പറയട്ടെ, എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ലിമിറ്റ് ഉണ്ട്. കൂടുതൽ വെള്ളം കുടിച്ചാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത്രയധികം വോട്ട് കയറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണ്ടേ? ബുദ്ധിയില്ലേ? അല്ല, സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വോട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയധികം വോട്ട് ഇത് എവിടെ നിന്ന് കിട്ടി? അതായത് ഇത്രയധികം വ്യൂസ് പോലും ഇല്ല, ഒരു ഷോക്ക് വ്യൂസ് പോലും കിട്ടുന്നില്ല. അത്രയധികം വോട്ട് അനുമോൾ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണല്ലേ? കുറേ പേര് ഇപ്പോൾ എനിക്ക് നെഗറ്റീവ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, തെറി വിളിക്കാം, അച്ഛനെ വിളിക്കാം, അമ്മക്ക് വിളിക്കാം, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും, ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യില്ല, എല്ലാം കാണും, പ്രശ്നമില്ല. കാരണം നിങ്ങൾ അങ്ങനെയെങ്കിലും കരഞ്ഞെങ്കിലും തീർക്കും നിങ്ങളുടെ വിഷയം. പൊന്നു പ്രേക്ഷകരെ, ഏറ്റവും അവസാനം വന്ന ലാലേട്ടൻ്റെ ഒരു പ്രൊമോയുണ്ട്. ലാലേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവസാനം മിനുക്ക് പണിയും കഴിഞ്ഞ മനോഹരമായ ഒരു ചിത്രം പോലെ, ചാരിതയാർന്നൊരു ശില്പം പോലെയാകും ബിഗ് ബോസ് മലയാളം സീസൺ 7 നൂറുദിന യാത്രയുടെ ഗ്രാൻഡ് ഫിനാലെ. എന്തൊക്കെ കാണാ കാഴ്ചകളാകും നമുക്കായി അവിടെ കരുതി വെച്ചിട്ടുണ്ടാകുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ ഇനി 2 ദിവസങ്ങൾ മാത്രം. എന്താണ് ലാലേട്ട, സത്യം പറഞ്ഞാൽ ഇതുവരെ മറ്റേടത്തൊരു ഷോ ആയിപ്പോയി. ഓക്കെ, ഒരു കാര്യം പറയട്ടെ, ഇന്നലെ വരെ വിജയ് അനുമോളായിരുന്നു ഞാനൊക്കെ പ്രഖ്യാപിച്ചതാണ്. 101% അനുമോൾ വിജയിച്ചു എന്നാണ് ഞാനൊക്കെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അതായത് കള്ള വോട്ട് എടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് ഒരു ഐഡിയയും ഇല്ല മക്കളെ. അതായത് ഈ കള്ള വോട്ട് മറ്റേത് മറിച്ചത് ഇത്രയും വലിയ പ്രശ്നമായില്ലെങ്കിൽ അനുമോളായിരിക്കും വിജയിക്കേണ്ടത്. ഇനി എന്ത് നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഓക്കെ, ബിഗ് ബോസിൻ്റെ അണിയറയിൽ നിന്നാണ് വാർത്ത വന്നത്. കള്ള വോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങളത് കൂട്ടൂല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. നല്ല കാര്യമാണ്. ഓക്കെ, അത് അടുത്തൊരു പ്രൊമോ കൂടി കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, ഈ കണ്ണാടിയിലൂടെ മനസ്സ് തുറക്കാനുള്ള അവസരമാണിപ്പോൾ. അത് മറ്റാരോടുമല്ല, അനീഷിനോട്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ കണ്ണാടിയിൽ നിൽക്കുന്ന അനീഷിനെ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ മനസ്സ് അത്രമാത്രം ഉറച്ചതായിരുന്നു. ഇവിടുന്ന് കിട്ടിയതെല്ലാം ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് വിശ്വസിക്കുക. അനീഷ് വിന്നറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ഞാൻ ആർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ല. ആ വരുന്നെടുത്ത് വെച്ച് കാണാം. ഓക്കെ, ഇതുവരെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനീഷിനെ, നെവിനെ, അക്ബറിനെ, പിന്നെ ഷാനവാസ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല. സത്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ എന്താണ് നടക്കും ഒരു ഐഡിയ ഇല്ല മക്കളെ. എന്തെങ്കിലും വിവരം, എനിക്ക് എന്തായാലും വിവരം കിട്ടും. അവിടെ ഷൂട്ട് നടക്കുമ്പോൾ ആർക്കാർ വിജയിച്ചു, A to Z വിവരം എനിക്ക് എന്തായാലും പേഴ്സണലി കിട്ടും. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ പ്രശ്നം, ഇതൊക്കെ ഇന്ന് ഉച്ചക്കാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നത്. ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെ ഒരു വോട്ട് ഈ ചരിത്രത്തിൽ തന്നെ വന്നിട്ടില്ല എന്ന്. എവിടെ നിന്ന് ഇത്രയധികം വോട്ട് കിട്ടുന്നു എന്ന് ബിഗ് ബോസ് തന്നെ ഷോക്കാവുകയാണ്. എന്താ അല്ലേ? അപ്പോൾ എൻ്റെ ഒരു നിലവിലെ ട്രെൻഡ് അനുസരിച്ച് 1ാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ്, 2ാം സ്ഥാനത്ത് അനീഷ്, 3ാമത് ഷാനവാസ്, 4 നെവിൻ, 5 നൂറയാണ് എൻ്റെ പ്രഡിക്ഷനാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായി എന്തെങ്കിലും വാർത്ത കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.